നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ 32 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: ജാതികളിൽ ബാലസിംഹമായുള്ളവയെ, നീ നശിച്ചിരിക്കുന്നു. നീ കടലിലെ നക്രം പോലെ ആയിരുന്നു. നീ നദികളിൽ ചാടി കാൽകൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിന്റെ മേൽ എന്റെ വലയെ വിരിക്കും. അവർ നിന്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും. നിന്നെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞുകളയും. ആകാശത്തിലെ പറവയൊക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവ്വഭൂമിയിലെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും. ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിന്മേൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും. ഞാൻ നിന്റെ ചെളി നിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും. നീർച്ചാലുകൾ നിന്നാൽ നിറയും. നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പുടിപ്പിക്കും. ഞാൻ സൂര്യനെ മേഘം കൊണ്ടും മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം നൽകുകയും ഇല്ല. ആകാശത്തിലെ ശോഭ ഉള്ള ജ്യോതിസ്സുകളെ ഒക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പുടിപ്പിക്കും. നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളം പ്രസിദ്ധമാകുമ്പോൾ ഞാൻ അനേകം ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും. അവരുടെ രാജാക്കന്മാർ കാൺകെ ഞാൻ എന്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും. നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തനും താന്താന്റെ പ്രാണനെ ഓർത്ത് മാത്രതോറും വിറയ്ക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും. വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീടുമാറാക്കും. അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ. അവർ മിസ്രയീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും. അതിലെ പുരുഷാരത്തെ നശിച്ചു പോകും. വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും. അതിന്മേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല. മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാലത്ത് ഞാൻ അവയുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുക്കുമാറാക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ മിസ്രയീം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളവരൊക്കെയും ഇല്ലാതെയാകുമ്പോഴും ഞാൻ അതിലെ നിവാസികളെയൊക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവ എന്ന് അവർ അറിയും. അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ: ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും. അവർ മിസ്രയീമിനെ കുറിച്ചും അതിലെ സകല പുരുഷന്മാരെ കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 12-ാം ആണ്ട് ആ മാസം 15-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്താ, മനുഷ്യപുത്ര, നീ മിസ്രയീമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും സ്തുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയിലെ അധോഭാഗത്ത് തള്ളിയിടുക. സൗന്ദര്യത്തിൽ നീ ആരെക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു. നീ ഇറങ്ങിച്ചെന്ന് അഗ്രകർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക. വാളാൽ നിഹതന്മാരായവരുടെ നടുവിൽ അവർ വീഴും. വാൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനെയും അതിന്റെ സകല പുരുഷാരത്തെയും വലിച്ചുകൊണ്ടു പോകുവീൻ. വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോട് കൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കും. അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായവർ ഇറങ്ങിച്ചെന്ന് അവിടെ കിടക്കുന്നു. അവിടെ അശൂരും അതിന്റെ സർവ്വസമൂഹവുമുണ്ട്. അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണവർ തന്നെ. യഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം. പ്രവാസത്തിന്റെ 12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതിയും 15-ാം തീയതിയും മിസ്രയീമിനെതിരായി ഉണ്ടായ പ്രവചനങ്ങളാണ്. 1 വർഷം മുമ്പായിരുന്നു മുമ്പ് പ്രവചനമുണ്ടായത്. അവർ അത് അറിഞ്ഞു, പക്ഷേ യഹോവയിലേക്ക് തിരിഞ്ഞില്ല. മിസ്രയീമ്യർക്ക് മഴയ്ക്കും കൃഷിക്കും കാറ്റിലും
മൃഗങ്ങൾക്കും പക്ഷികൾക്കും യുദ്ധത്തിനും ധനത്തിനും ആരോഗ്യത്തിനും പ്രത്യേക ദേവീദേവന്മാരായി. മഴയ്ക്കൊരു ദൈവം, കൃഷിക്കൊരു ദൈവം, കാറ്റിനൊരു ദൈവം, യുദ്ധത്തിനൊരു ദൈവം, ആരോഗ്യത്തിനൊരു ദൈവം, സൗന്ദര്യത്തിനൊരു ദൈവം, വിദ്യാഭ്യാസത്തിനൊരു ദൈവം, ഭാര്യയ്ക്കൊരു ദൈവം, ഭർത്താവിനൊരു ദൈവം, മക്കൾക്കൊരു ദൈവം. ഇങ്ങനെ അവർക്ക് 100 കണക്കിന് ദേവീദേവന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനും ആകയാൽ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. തന്നെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ആളുകളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ആ ഏകസത്യ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് അസാധ്യമായതൊന്നും ഇല്ലായിരുന്നു. യേശു സർവശക്തനായ ദൈവമാണ് എന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മിസ്രയീം മൃഗങ്ങളുടെ മധ്യേ ബാലസമൂഹവും മത്സ്യങ്ങളുടെ മധ്യേ മഹാനക്രവുമായിരുന്നു. എന്നാൽ ബാബേൽ സഖ്യകക്ഷികളും വലയിൽ കുരുക്കി കരയിലാക്കി ഫറവോനെയും ജനത്തെയും കൊന്ന് രക്തപ്പൊടി ഒഴുക്കുമെന്നാണ്. അവർ എത്തുന്ന പാതാളത്തിൽ മുമ്പ് പോയ അശൂര്യർ ഉണ്ടാകുമെന്ന് 22-ാം വാക്യം. അവിടെ മേശയ്ക്കും തൂവലും കൂട്ടരും ഉണ്ടായിരിക്കുമെന്ന് 26-ാം വാക്യം. അവിടെ ഏതോം രാജാക്കന്മാരും കൂട്ടരും ഉണ്ടായിരിക്കുമെന്ന് 29-ാം വാക്യം. അവിടെ വടക്കേ പ്രഭുക്കന്മാരും സീദോന്യരും ഉണ്ടായിരിക്കുമെന്ന് 30-ാം വാക്യം. മുമ്പ് ദൈവം ന്യായം വിധിച്ച രാജ്യങ്ങളുടെ പട്ടിക നിരത്തിയിട്ടും മിസ്രയീം മനം തിരിഞ്ഞില്ല. വിഗ്രഹത്തെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് വരിക അത്ര എളുപ്പമല്ല. മിഥ്യാമൂർത്തികൾക്ക് ശക്തിയുണ്ടെന്നും അവ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നും ഭയന്നായിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസോസിലെ മന്ത്രവാദികൾ മന്ത്രവാദം ഉപേക്ഷിച്ചു ആ പുസ്തകങ്ങൾ ചുട്ടുകളഞ്ഞിട്ടാണ് പൗലൂസിനാൽ അവര് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടത്. അതുപോലെ തെസ്സലോനിക്കരെ കുറിച്ച് വായിക്കുന്നത് അവർ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ കയ്യാൽ ഉണ്ടാക്കിയ മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളെയും മൂർത്തികളെയും സങ്കല്പ കഥകളെയും ഒക്കെ ഉപേക്ഷിച്ച് സത്യദൈവമായ ആകാശത്തെയും ഭൂമിയെയും മഴയെയും മരങ്ങളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യനെയും നിയന്ത്രിക്കാൻ, അനുഗ്രഹിക്കാൻ, സഹായിക്കാൻ കഴിവുള്ള സത്യദൈവത്തെ, യേശുവിനെ സ്നേഹിപ്പാൻ ഏവർക്കും ദൈവം ഭാഗ്യം തരട്ടെ. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.